ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം വെടിമരുന്നാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ലോകവും രാജ്യത്തിന്റെ ശത്രുക്കളും ഇതിനോടകം കണ്ടുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിന് ഇന്ത്യൻ സായുധ സേനയെ പ്രശംസിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ പൊതുസമ്മേളനത്തിൽ രാജസ്ഥാനിലെ ബിക്കാനേറിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയുടെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തം മാത്രമല്ല, ചൂടുള്ള സിന്ദൂരവും കൂടിയാണ്. ഓരോ ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിനിടെ പറഞ്ഞു. ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം പ്രതികാരത്തിന്റെ കളിയല്ലെന്നും നീതിയുടെ പുതിയ രൂപമാണെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത സൈന്യം 100 തീവ്രവാദികളെയും വധിച്ചിരുന്നു. യൂസഫ് അസർ, അബ്ദുൾ മാലിക് റൌഫ്, മുസാദിർ അഹമ്മദ് എന്നീ കൊടും ഭീകരരും കൊല്ലപ്പെട്ടവർ ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലെ ജക്കോബാബാദ്, ബലാറി, സർഗോദ, റഹീം യാർനൽ, ചക്കാല, നൂർഖാൻ വ്യോമത്താവളങ്ങളും ഇന്ത്യ തകർത്തിരുന്നു.